പത്തനംതിട്ട കോന്നിയിൽ ആളുമാറി കീഴ്ശാന്തിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പരാതി നൽകി ക്ഷേത്രം ഉപദേശക സമിതി. കോന്നി ഡിവൈഎസ്പിക്കാണ് പരാതി കൈമാറിയത്. സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇത് ആ ക്ഷേത്രത്തിലെ ആളുകളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവിടെ വരുന്ന എല്ലാവരുടെയും, ഈ വാർത്ത കേട്ടവരുടെയും ഒക്കെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുമാറി ഈ ക്ഷേത്രാചാരങ്ങൾ നടക്കവേ, ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്താണ് കീഴ്ശാന്തിയെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയത് എന്നുള്ളത്. ഇപ്പോൾ ക്ഷേത്രം ഉപദേശക സമിതി കോന്നി ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? വീണ, ക്ഷേത്ര ചടങ്ങുകൾ ബാക്കി നിൽക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും പോലീസ് കീഴ്ശാന്തിയെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത്. അത്താഴപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തടസ്സപ്പെടുത്തുള്ളൂ എന്ന ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നുണ്ട്. ഇതിനെതിരെയാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കവേ ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസിനോടൊപ്പം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമെന്ന് അറിയിച്ച കീഴ്ശാന്തിയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതിനെതിരെയാണ് ക്ഷേത്രം ഉപദേശക സമിതി കോന്നി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ക്ഷേത്രം ചടങ്ങുകൾ തടസ്സപ്പെട്ടു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പോലീസുമായി ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് അറിയിപ്പ് മറികടന്നുകൊണ്ട് പോലീസ് പ്രവർത്തിച്ചു. ഇതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ക്ഷേത്രം ഉപദേശക സമിതി ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ദീപാരാധനയ്ക്ക് ശേഷമുള്ള സമയത്ത് ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്ന ക്ഷേത്രം കീഴ്ശാന്തി, മുരിങ്ങമംഗലം ക്ഷേത്രം കീഴ്ശാന്തി വിഷ്ണുവിനെ ഇരവിപുരം പോലീസ്, കോന്നി പോലീസിന്റെ സഹായത്തോടുകൂടി മോഷണക്കേസിലെ പ്രതി എന്നാരോപിച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ഇരവിപുരത്തേക്ക് ഈ വിഷ്ണുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു ദിവസം രാത്രി കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇരുത്തുകയും ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്ഷേത്ര പൂതക്കാട് ദേവീക്ഷേത്രത്തിൽ ഒരു മാസം മുൻപ് നടന്ന മോഷണ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന പരാതിയിലെ പ്രതി എന്ന് സംശയിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പൂതക്കാട് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ ഇരവിപുരം സ്റ്റേഷനിലെത്തി ഇദ്ദേഹമല്ല ആ കേസിലെ പ്രതി, ഇദ്ദേഹത്തിന് പൂതക്കാട് ദേവീക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അറിയിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തെ തിരികെ മടക്കി അയക്കുകയും ചെയ്തത്. ഒരു ദിവസം രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലം ഇരവിപുരം പോലീസ് ജീപ്പിലെത്തി ഇദ്ദേഹത്തെ ഇരവിപുരം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. തിരികെ ബസ് കയറിയാണ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ വലിയ മാനനഷ്ടം സംഭവിച്ചു എന്നാണ് കീഴ്ശാന്തി വിഷ്ണു പറയുന്നത്. മാനനഷ്ട കേസും ഫയൽ ചെയ്യുവാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. ഓക്കെ, ശരി.